ഹലോ. രാവിലെ എനിക്കൊരു കൺഫ്യൂഷനാണ്. ഇന്ന് മോനെ എന്ത് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടും എന്നുള്ളത്. അവിയൽ വേണോ തോരൻ വേണോ? ഇന്ന് അവിയലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചേക്കാണ്. അപ്പോൾ സ്റ്റവ് കത്തിച്ചു മൂടി അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി അതിനൊക്കെയുള്ള കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉപ്പിട്ടു. ഇനി എന്തൊക്കെയാണ് വേണ്ടത്? ജീരകമാണ് വേണ്ടത്. ജീരകം ഞാൻ പൊടിച്ച് വെച്ചേക്കണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജീരകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അഥവാ കറണ്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തോരനൊക്കെ അടിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ഞാൻ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജീരകപ്പൊടി ഇടുന്നു. പിന്നെ ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ഇടുന്നു. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇനി അടുത്ത് ഒന്ന് മൂടി തുറന്ന് നോക്കാം. അവിയൽ എന്തായുണ്ട്, കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം വെന്തിട്ടുണ്ടെന്ന്. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണം. കാരണം രാവിലെ വയ്ക്കുന്നതായതുകൊണ്ട് ചീത്താവാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും ചെറിയൊരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ആ കൂട്ടൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കൂട്ടിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി അവിയലാക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കി അവസാനത്തെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തൊന്ന് ഇതാണല്ലോ, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കും. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുകയാണ്. ഇനി അവിയലോ തോരനോ പിന്നെ മുട്ട ഇതൊക്കെയാണ് അവന് ഇഷ്ടമുള്ളത്. കറി കൊടുത്തു വിട്ടാൽ അവൻ തിരിച്ചതുപോലെ കൊണ്ടുതരും. അതുകൊണ്ട് അവിയലോ തോരനോ എന്തെങ്കിലും ഒന്ന് കാണും. പിന്നെ ഒരു മുട്ട എന്നും മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടൊരു മുട്ട പൊരിച്ചിട്ടുണ്ട്. അതിൽ മുട്ടയിൽ ഉപ്പ് കുരുമുളക് പൊടി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. അപ്പോൾ അവൻ്റെ ടിഫിൻ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട എടുത്ത് ആദ്യം വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് ചോറ് വെക്കാൻ, പക്ഷെ ഞാൻ വെച്ച് വരുമ്പം കുറച്ചൊന്ന് കൂടാറുണ്ട്. അപ്പം അങ്ങനെ ഇത്രയും ചോറൊന്നും കഴിക്കില്ലായിരിക്കും. എന്നാലും ഞാൻ വയ്ക്കും, എൻ്റെ ഒരു സമാധാനത്തിന് വയ്ക്കും. എന്നാലും ഇനി അടുത്ത് അവൻ്റെ ഫേവറേറ്റാണ് പപ്പടം. മുട്ട പപ്പടമൊക്കെ അവൻ്റെ ഫേവറേറ്റാണ്. ഈ അവിയലൊക്കെ കഴിക്കുമെന്ന് തന്നെ സംശയമാണ്, എന്നാലും കൊടുത്ത് വിടും. പിന്നെ എന്നെ പപ്പടം വെച്ചു. ഇനിയടുത്ത് അവിയൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത തട്ട് വെച്ചത്. ഇനി അവിയൽ വെച്ചു. ഇനി അടച്ച് വെച്ച് അവൻ്റെ ലഞ്ച് കഴിക്കാനുള്ള സ്പൂണും കൂടി വെച്ച് ഓക്കെ, എല്ലാം സെറ്റായി. കറി കൊടുത്തിട്ട് കാര്യമില്ല, തിരിച്ചതുപോലെ കൊണ്ടുവരാൻ. ഞാൻ കറി കൊടുത്തു വിടുന്നില്ല. താങ്ക് യു.